ഒരാളുടെ ഉപജീവന മാർഗം അധികാര ഗർവ് കൊണ്ട് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇടുക്കിയിൽ നിന്നും പുറത്തു വരുന്നത്. കാർഷിക മേഖല ഏറെ തകർന്നപ്പോഴാണ് ഇടുക്കിയിൽ ടൂറിസം മേഖലയിലേക്ക് ഒരു പരിധിവരെയും ജനങ്ങൾ തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എന്നറിയപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജില്ല എന്ന് വേണേൽ നമുക്ക് ആവർത്തിച്ച് പറയുവാൻ കഴിയുന്ന ജില്ലയാണ് ഇടുക്കി. ഒരുപക്ഷെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അല്പസ്വല്പമൊക്കെ അധികാരികൾ കണ്ണടച്ചാൽ നടന്നു പോകാവുന്ന, ജീവിച്ചു പോകാവുന്ന ഒരുപാട് പദ്ധതികൾ ഇടുക്കിയിലുണ്ട്. ഒരുപക്ഷെ നിയമത്തിനെതിരെ കണ്ണടയ്ക്കണമെന്നല്ല പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. 70 വയസ്സായ ഒരു വൃദ്ധ, പേര് സരോജിനി എന്നാണ്. 2 മക്കളുണ്ട്, MBAക്കാരാണ്. അമ്മയുടെ പേരിൽ മക്കൾ 2 പേരും ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഒരു സ്ഥാപനം തുടങ്ങുവാൻ ലൈസൻസ് കരസ്ഥമാക്കി. MBAക്കാരായ മക്കൾക്ക് വേണമെങ്കിൽ വിദേശത്ത് പോയി ലക്ഷങ്ങളും കോടികളുമൊക്കെ സമ്പാദിക്കാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല. സ്വന്തം ജില്ലയിൽ, സ്വന്തം വീട്ടിൽ, സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം നിന്ന് 1 രൂപ സമ്പാദിച്ചാൽ വിദേശത്ത് പോയി 1 ലക്ഷം സമ്പാദിക്കുന്നതിലും നല്ലതാണ് എന്ന ചിന്തയാണ് ഇടുക്കിയിൽ ആ യുവാക്കളെ ഇതുപോലൊരു സംരംഭം തുടങ്ങുവാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇടുക്കി ജില്ലയുടെ കാർഷിക പഞ്ചായത്തായ വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ ഭാഗമായ ഇരട്ടുകാനത്തെ സംബന്ധിച്ച് അവിടെ സിപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ടൂറിസം പ്രൊജക്റ്റ് നടപ്പാക്കുവാൻ വേണ്ടി 2 MBAക്കാരായ യുവാക്കൾ തങ്ങളുടെ മാതാവിൻ്റെ പേരിൽ ലൈസൻസ് കരസ്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓടിളക്കിയോ പിന്നാമ്പുറം വഴി കയറി ചെന്നോ ഒന്നും കരസ്ഥമാക്കിയതല്ല. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എന്നിവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാ രീതിയിലും ഒരുപക്ഷെ ഇത്തരം ഒരു അഡ്വഞ്ചർ ടൂറിസം നടപ്പാക്കുമ്പോൾ വേണ്ടുന്ന എല്ലാ ലൈസൻസുകളും കരസ്ഥമാക്കുവാൻ വേണ്ട എല്ലാ നിയമ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ 2 യുവാക്കൾ ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കമിട്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി കോടികൾ സമ്പാദിക്കുവാൻ കഴിയില്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രായമായ വയോധികരായ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് ഏത് മക്കളുടെയും കടമയാണ്. അങ്ങനെ നാട്ടിൽ അവർ ഒരു സംരംഭം തുടങ്ങി. പക്ഷേ ഈ സംരംഭം തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയപരമായും അധികാരപരമായും ഒക്കെ, അതായത് അധികാരികളുമൊക്കെ ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്നത് ഒരു ചിറ്റമ്മ നയമാണെന്ന് പറയാതിരിക്കുവാൻ തരമില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു സിപ്പ് ലൈൻ എന്ന് പറയുന്നത് ജില്ലയിലെ ഒരു എണ്ണമറ്റ രീതിയിൽ ഇന്ന് ആ ടൂറിസം മേഖലയിലുണ്ട്. കാമാക്ഷി പഞ്ചായത്തിലെ കാൽവരി മൗണ്ടിലും, എന്തിനേറെ വെള്ളത്തൂവൽ പഞ്ചായത്തിലും, അതുപോലെ മൂന്നാറിലും മറയൂരിലും കാന്തല്ലൂരിലും ഈ തേക്കടി ഭാഗം, അങ്ങനെ ജില്ലയുടെ ഹൈറേഞ്ചിലെ ബഹുഭൂരിപക്ഷം മേഖലകളിലും വാഗമണ്ണിലുമൊക്കെ ഈ സിപ്പ് ലൈൻ കൊണ്ടൊക്കെ വലിയ രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. സമീപ മേഖലയിലെല്ലാം സമാനമായ ടൂറിസം കേന്ദ്രങ്ങൾ ഉണ്ട് എങ്കിലും ഈ സരോജിനി എന്ന് പറയുന്ന 70 വയസ്സുള്ള ആ വൃദ്ധ മാതാവിൻ്റെ ഭർത്താവ് പേര് ലംബോദരൻ എന്നായിപ്പോയി. ലംബോദരൻ എന്ന പേരിനൊരു പ്രത്യേകത ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുള്ള പേരാണ്. മുൻ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിയുടെ സഹോദരനാണ്. പക്ഷേ MM മണിയുടെ സഹോദരനായിപ്പോയി എന്നൊരൊറ്റ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് അധികാരവർഗങ്ങളും ഒരുപക്ഷെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ഒരു മയമുണ്ടായിരുന്നു. കാരണം അത് കൂടുതൽ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അധികാര ഗർഭിലേക്ക് പോയാൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകും, ഭരണപരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. എങ്കിൽ പോലും ചില ഉദ്യോഗസ്ഥർ, എല്ലാവരെയും അടച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, ചില ഉദ്യോഗസ്ഥർ ആ ഒരു പ്രസ്ഥാനത്തെ പൂട്ടിക്കെട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇടപെടുന്നതായാണ് എനിക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സമാന ദിവസം തന്നെ ഉണ്ടായ കാര്യം തന്നെ എടുക്കാം. സമാന ദിവസം ജില്ലയിൽ അടുപ്പിച്ച് കുറേ മഴ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇതുപോലെയുള്ള ടൂറിസമൊക്കെ ജില്ലാ ഭരണകൂടം, അതായത് കളക്ടർ അതിനൊരു താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണമൊക്കെ നല്ലതാണ്, അത് എല്ലാവരും പാലിച്ചു. ഈ പറയുന്ന പ്രസ്ഥാനവും അത് പാലിച്ചു. പക്ഷേ പിന്നീട് ആ മഴ മാറി. അപ്പോൾ ഇതിൻ്റെ ഉടമ തന്നെ വിളിച്ച് അതിൻ്റെ അധികാരികളായ ദുരന്ത നിവാരണ അതോറിറ്റി അവരോട് തന്നെ ചോദിക്കുകയാണ്, അതായത് ജില്ലാ ഭരണകൂടത്തോട് തന്നെ ചോദിക്കുകയാണ്, ഈ ഒരു പ്രസ്ഥാനം തുറന്ന് പ്രവർത്തിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അപ്പോൾ സമീപ മേഖലയിൽ തൊട്ടടുത്ത് തന്നെ, അതായത് നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത് നിന്നും ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാൽ 5, 10, 15 ഏറിയാൽ 1 മണിക്കൂർ കൊണ്ട് ഇതുപോലെ സമാനമായ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നു, ഈ ഒരു പ്രസ്ഥാനം തുറന്ന് പ്രവർത്തിക്കട്ടെ. അപ്പോൾ അതിന് മറുപടി സമീപ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്ന് പറയുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവർക്കിത് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. അവിടെ യാതൊരുവിധ അപകടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരത് തുടർന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന തൊട്ടുപുറകെ പ്രാദേശിക തലത്തിൽ പോലീസ് എത്തി അത് അടയ്ക്കണം എന്നാവശ്യപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്, അനുമതി വാങ്ങിയിട്ടുണ്ട്, എല്ലാ രേഖകളും കാണിക്കുന്നു. ഞാൻ ഈ ചർച്ചയോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസ്ഥാനം തുടങ്ങുവാൻ വേണ്ട
എല്ലാ ലൈസൻസുകളും എല്ലാ അനുമതികളും രേഖാമൂലം തന്നെ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഒരു മാധ്യമം പറയുകയാണ്. അത് പരിശോധിക്കാതെ നമുക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും അതിൻ്റെ രേഖകളെല്ലാം നമ്മൾ പരിശോധിച്ചു. അതിൻ്റെ ഉടമസ്ഥരായ ആ യുവാക്കളായി MBA-കാരുടെ യുവാക്കൾ അവരോട് സംസാരിക്കുന്നു. അവരെല്ലാം ആണയിട്ട് പറയുന്നു എല്ലാ പേപ്പറുകളും നമുക്ക് മുൻപിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ടും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഇത് അടച്ചുപൂട്ടുവാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒരു സ്വാഭാവിക സംശയമുണ്ടാകുന്നു. ഈ ഒരു പ്രസ്ഥാനം മാത്രം പൂട്ടണം എന്നാവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സമീപ മേഖലയിലെല്ലാം സമാനമായ പ്രസ്ഥാനങ്ങൾ ഇതേപോലെ തന്നെ യാതൊരു മുടക്കവും കൂടാതെ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തോട് എന്താണ് ഇത്ര അയിത്തം? അതിൻ്റെ പിന്നാമ്പുറം തേടിയാണ് ഞാൻ യാത്രയായത്. അതാണ് കണ്ടറിയേണ്ട കാര്യം. ഇവിടെ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും, ഇടതും ഭരിച്ചാലും വലതും ഭരിച്ചാലും മധ്യഭാഗം ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ പ്രസ്ഥാനത്തോട് എന്തോ ഒരു അയിത്തം പോലെ. ഒരുപക്ഷെ ഇവിടെ എത്തുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോടൊക്കെ ഈ യുവാക്കൾ സഹകരിച്ചു പോകുന്നതാണ്. അത് നമ്മൾ അന്വേഷിച്ചു. കാരണം സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായ ചില എതിർപ്പുകൾ ഉണ്ടായാൽ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എല്ലാവരുമല്ല, പ്രാദേശിക തലത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനൊരു പ്രശ്നമില്ല. ഇവിടെ ഇടതുപക്ഷക്കാരൻ വന്നാലും വലതുപക്ഷക്കാരൻ വന്നാലും മധ്യഭാഗം വന്നാലും ആര് വന്നാലും സമാന രീതിയിൽ സമദൂരമാണ് ഈ യുവാക്കൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, MM മണിയുടെ സഹോദരൻ ലംബോദരൻ്റെ മക്കളായി പോയി എന്ന ഒരൊറ്റ കുഴപ്പമാണോ ഈ യുവാക്കളോട് ഈ അധികാരവർഗത്തിനുള്ളത്? അങ്ങനെയെങ്കിൽ അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിനറുതി വരുത്തേണ്ട കാലം വിദൂരമല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുപോലെ തന്നെ ഇത് ജെൻസിയുടെ കാലമാണ്. ഡൽഹിയിലെ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത്തരമൊരു സമരത്തിലേക്കൊക്കെ യുവതലമുറയെ മാറ്റിമറിക്കുന്നത് ഇത്തരം പ്രാകൃതമായ അധികാരികളുടെ ചിന്തയും പ്രവർത്തനങ്ങളുമാണ് എന്ന് അടിവരയിട്ട് പറയാതെ തരമില്ല. ഇനി എടുത്തു പറയേണ്ടത് എന്താണ്? ഇരുട്ടുകാനം എന്ന് പറയുന്ന ഒരു സ്ഥലം, വെള്ളത്തൂവൽ പഞ്ചായത്ത്, ഒരുപക്ഷെ കേരളത്തിൽ ഒരിക്കൽ പോലും അറിയപ്പെടാതെ കിടന്ന ഒരു പഞ്ചായത്ത്. ഇടുക്കി ജില്ലയിൽ വന്ന് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിച്ചാൽ, ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരുപക്ഷെ വെള്ളത്തൂവൽ എന്ന് കാണാം. ഇരുട്ടുകാനം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു ഗ്രാമം, ഇടുക്കിയുടെ മലമടക്കുകൾക്കുള്ളിൽ മലയടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം, ചെറിയ ചെറിയ മോഹങ്ങളും ചെറിയ ചെറിയ സ്വപ്നങ്ങളുമായി അധിവസിക്കുന്ന തൊഴിലാളി വർഗ്ഗങ്ങൾ അധിവസിക്കുന്ന ഗ്രാമം. ആ ഗ്രാമം ഇന്ന് കൊച്ചി പട്ടണത്തോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് വികസന പന്താവിൽ ഉയരുകയാണ്. എന്ന് വെച്ചാൽ കൊച്ചി പട്ടണമായി എന്നല്ല അർത്ഥം. അവിടെ നാൾക്കുനാൾ ഉണ്ടാകുന്ന വികസനത്തിനൊപ്പം തന്നെ ഈ ഗ്രാമവും വികസിച്ചു. ഇന്ന് എറണാകുളത്ത് നിന്ന്, അതായത് ഏത് വിദേശത്ത് നിന്നും കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു വിനോദസഞ്ചാരിക്ക് മൂന്നാറിലേക്ക് എത്തണമെങ്കിൽ ഈ വഴി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി കണ്ടാലറിയാം. അതല്ലെങ്കിൽ നമുക്ക് ആകാശ ദൃശ്യങ്ങളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതാണ് ചോദിക്കുന്നത്. സംസ്ഥാന മുൻ ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഒരുപാട് പ്രസ്ഥാനങ്ങൾ നടത്തുന്നതിന് ഒരുപാട് സഹായങ്ങൾ നൽകുകയാണ്. നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ വിദേശത്ത് പോയി ലക്ഷങ്ങൾ കോടികൾ ഒരു വർഷം സമ്പാദിക്കാൻ ശേഷിയുള്ള 2 യുവാക്കൾ, അടിസ്ഥാനപരമായി ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, അവർക്ക് സ്വന്തം നാട്ടിൽ ഒരു പ്രസ്ഥാനം നടത്തുവാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്? ഇതിനു മുൻപ് ഒരുപാട് ജില്ലാ കളക്ടർമാർ ഇടുക്കിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 3 പതിറ്റാണ്ട് 30 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഞാൻ ഒരുപാട് ജില്ലാ കളക്ടർമാരെ ഇടുക്കിയിൽ കണ്ടിട്ടുണ്ട്. ഇവരാരും ഇത്രയും കടുത്ത ഒരു നിലപാട് ഇതിനു മുൻപെടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായും ഇത്തരം സംരംഭങ്ങളെ, ഇത്തരം യുവാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ട ജില്ലാ ഭരണകൂടം ഇത് ആരുടെ വാക്ക് കേട്ടാണ്, ആരുടെ റിപ്പോർട്ടാണ്? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് അടിവരയിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം ഇതാണ്. ഈ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ട എന്ന് ജില്ലാ ഭരണകൂടത്തിന് പറയുവാൻ എന്ത് പ്രതികൂല റിപ്പോർട്ടാണ് അങ്ങേക്ക് കിട്ടിയത്? അങ്ങയുടെ കയ്യിൽ ഇതിനെതിരെയുള്ള എന്ത് റിപ്പോർട്ടാണ് ഉള്ളത്? അങ്ങ് ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായി അങ്ങ് നിഷ്കർഷിക്കുന്ന ലൈസൻസ്, അതായത് അനുമതി ഏതാണ് ഈ പ്രസ്ഥാനത്തിന് ഇല്ലാത്തത്? അതിലേതെങ്കിലും ഒന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ യുവാക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസ്ഥാനം പൂട്ടുമ്പോൾ മാധ്യമങ്ങളോടെങ്കിലും ഇത്തരം കാര്യം പറയണ്ടേ? സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും കാര്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി PRD ഉണ്ട്. ആ PRD വഴി ഒരു പത്രക്കുറിപ്പെങ്കിലും ഇറക്കുവാൻ ജില്ലാ കളക്ടർ തയ്യാറാവണ്ടേ? ലോക്കൽ പോലീസിനെ വിട്ട് അടച്ചുപൂട്ടുകയാണ്. നമുക്കറിയാം, കാക്കിയിട്ട പോലീസുകാർ ഒന്നിലധികം ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറിയാൽ ആ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ കയറി ചെല്ലുവാൻ മടിക്കും. അതായത് നാടൻ ഭാഷയിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു നാടൻ ഭാഷ ഇടുക്കിയിൽ പ്രയോഗിക്കും. ആ രീതിയിലേക്കാണ് ചില അധികാരികൾ പോകുന്നത്. അവിടെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, ഈ യുവാക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, അവരുടെ ഈ ഒരു പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി
ഇതൊരു രാഷ്ട്രീയപരമായ നീക്കമെന്നൊന്നും ഒരു പരിധിവരെ പറയാൻ കഴിയില്ല. എങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, കക്ഷി രാഷ്ട്രീയത്തിനും വ്യക്തിബന്ധങ്ങൾക്കും പ്രാദേശിക ചിന്തകൾക്കൊക്കെ അതീതമായി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഒരു നാട് വികസിക്കുന്നത്. ആ നാട് വികസിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുവാൻ എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത്. ബഹുമാന്യ ജില്ലാ കളക്ടറോട് 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ടോക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ, ഇരുട്ടുകാണത്തെ ഈ സീപ്പ് ലൈനെതിരെ അങ്ങെടുത്ത നടപടി ജില്ലയിലെ മറ്റ് സമാനമായ ടൂറിസം പദ്ധതികൾക്കെതിരെ എടുക്കുവാൻ അങ്ങ് തയ്യാറാണോ? മറ്റൊന്ന്, അങ്ങാണല്ലോ ഇത്തരം ലൈസൻസുകളൊക്കെ പരിശോധിക്കേണ്ടയാൾ. ഈ ഇരുട്ടുകാണത്തെ ഈ പദ്ധതിക്കെതിരെ അങ്ങ് എല്ലാ പരിശോധനകളും നടത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അങ്ങ് അങ്ങനെ നടത്തിയിട്ടില്ല എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം പൂട്ടാൻ അങ്ങ് പറയില്ലായിരുന്നു. ഒറ്റ ചോദ്യം, ഈ ഇരുട്ടുകാണത്തിൻ്റെ സമീപ മേഖലകളിൽ തന്നെയുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജില്ല മൊത്തം വിട്ടേക്കാം, ഈ മേഖലകളിലുള്ള സമാനമായ ടൂറിസം പദ്ധതികൾക്കെതിരെ നടപടിയെടുക്കുവാൻ അങ്ങ് തയ്യാറാകണം. ഈ ലൈസൻസുകൾ പരിശോധിക്കാൻ അങ്ങ് തയ്യാറാകണം. അവയ്ക്കെല്ലാം ലൈസൻസ് ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്തവ ഈ ചൂണ്ടുവിരലിൽ ചൂണ്ടിക്കാണിച്ചു തരാൻ ഞാനും തയ്യാറാണ്. ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കുമോ? അതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച വിഷയം ചിന്തനീയമാണ്. ഇടുക്കിയുടെ കാർഷിക മേഖല വളർച്ചയിലെത്തുന്നതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടം സമീപകാലങ്ങളിൽ ഇടുക്കി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചാൽ ടൂറിസം മേഖലയിൽ ഇനിയും അനന്ത സാധ്യതകളുള്ളതും ഇടുക്കിക്കാണ്. നമുക്കറിയാം, കറുത്ത പൊന്നിൻ്റെ നാടാണ് ഇടുക്കി. പക്ഷേ ഈ ഏലത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. കാർഷിക വിള ഒന്നൊന്നായി തകരുകയാണ്. അപ്പോഴും കർഷകൻ്റെ പ്രതീക്ഷ, മക്കളെ വളർത്തുവാനുള്ള പ്രതീക്ഷ, കുടുംബം പോറ്റുവാനുള്ള പ്രതീക്ഷ ഒക്കെയും ഈ മണ്ണിൽ നിന്നും വിളയിക്കുന്ന വരവ് കൊണ്ടാണ്. അതുകൊണ്ട് ടൂറിസം രംഗത്ത് ഇനി ഇടുക്കി ഒരുപാട് വളരുവാനുണ്ട്. അപ്പോൾ ഇത്തരം മുടന്ന ന്യായങ്ങളുമായി വരുന്ന ഏത് അധികാരിയാണെങ്കിലും ആ അധികാരികളെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുവാൻ ജനങ്ങൾ തയ്യാറാവണം. ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അധികാരികളും തയ്യാറാകണം. സമീപകാലത്ത് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഒരു പാറ്റാ സമരം കണ്ടു. അതെല്ലാം ജൻസിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയും ജൻസിയുമൊക്കെ ഈ രാജ്യത്തിൻ്റെ, ഈ നാടിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടുവാനാവാത്ത മുതൽക്കൂട്ടാണെന്ന ചിന്ത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ടോക്ക് അവസാനം.